വനിതാ സംവരണ ബിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പാർലമെന്റിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇന്ന് രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 8:30 മോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 131 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിർണായക നീക്കം. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷമില്ലാതെ ഇന്നലെ പരാജയപ്പെട്ടു. 298 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 230 പേർ എതിർത്തു. സർക്കാർ എല്ലാ നീക്കവും നടത്തിയിട്ടും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് വനിതാ ബിൽ ഭേദഗതിയെ എതിർത്തു. ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയും നിലപാട് മാറ്റിയില്ല. NDAക്ക് പുറത്തുള്ള പാർട്ടികളുടെ പിന്തുണ സർക്കാരിന് കിട്ടിയില്ല. ആകെ സീറ്റുകൾ 850 ഉയർത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എത്രയെന്ന് വ്യക്തമാക്കുന്ന ഭേദഗതി കൊണ്ടുവരാമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. മണ്ഡല പുനർനിർണയത്തോടല്ല വനിതാ സംവരണത്തോടാണ് കോൺഗ്രസിന്റെ എതിർപ്പെന്ന് അമിത്ഷാ പറഞ്ഞു. OBC സംവരണത്തെന്നും എതിർത്ത ചരിത്രമാണ് കോൺഗ്രസിനെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ബിൽ പരാജയപ്പെട്ടെങ്കിലും വനിതാ സംവരണം നടപ്പിലാക്കാൻ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ബദൽ മാർഗങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചേക്കാം. മണ്ഡല പുനർനിർണയം വഴി ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. സംഭവത്തെ ജനാധിപത്യത്തിന്റെ വലിയ വിജയമെന്നാണ് പ്രിയങ്ക വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷ ഐക്യത്തിന്റെ കരുത്താണ് ഈ ഫലമെന്നും അധികാരത്തിൽ തുടരാനുള്ള ഭരണപക്ഷത്തിന്റെ ഗൂഢാലോചനയ്ക്കേറ്റ തിരിച്ചടിയാണിതെന്നും അവർ അവകാശപ്പെട്ടു. ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള വിജയം കൂടിയാണിത്. ഭരണപക്ഷത്തുള്ളവരുടെ മുഖത്ത് ഈ ഫലത്തിന്റെ ആഘാതം പ്രകടമാണെന്നും ഇത് ഭരണഘടനയുടെയും പ്രതിപക്ഷ ഐക്യത്തിന്റെയും വിജയമാണെന്നും പ്രിയങ്ക പറഞ്ഞു. വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിലൂടെ തകർന്നത്. എങ്ങനെയെങ്കിലും രാജ്യത്ത് BJPയുടെ ഒരു സ്ഥിരം സർക്കാർ രൂപീകരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പെട്ടെന്ന് സഭ വിളിച്ചു ചേർത്തതെന്നും അവർ വ്യക്തമാക്കി. ബിൽ പാസ്സായാലും ഇല്ലെങ്കിലും അതിലെ ക്രെഡിറ്റ് സ്വന്തമാക്കലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ബിൽ അവതരിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ സംരക്ഷകരായി ഉയർന്നു വരാമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഇത് വനിതാ സംവരണത്തിനപ്പുറം സർക്കാരിന്റെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിഷയമാണെന്നും പ്രിയങ്ക വാദിച്ചു. മണ്ഡല പുനർനിർണയം വനിതാ സംവരണ ബില്ലുമായി ബന്ധിപ്പിച്ചതിനെയും പ്രിയങ്ക ഗാന്ധി ചോദ്യം ചെയ്തു. സ്ഥാപനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു സർക്കാർ വനിതാ സംവരണത്തിന്റെ പേരിൽ ഇത്ര വലിയ തോതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷം എങ്ങനെ അനുവദിക്കുമെന്ന് അവർ ചോദിച്ചു. വോട്ടെടുപ്പിലെ പരാജയം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് ഇതൊരു കറുത്ത ദിനമാണ്, കാരണം അവർ ഞെട്ടിപ്പോയിരിക്കുന്നു, പ്രിയങ്ക പരിഹസിച്ചു. പ്രതിപക്ഷം വനിതാ സംവരണത്തിന് എതിരല്ലെന്നും എന്നാൽ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നാലെ ഉദ്ദേശത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും അവർ വ്യക്തമാക്കി. മുൻകാല സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സർക്കാരിന്റെയും BJPയുടെയും സ്ത്രീപക്ഷ മനോഭാവത്തെ പ്രിയങ്ക ചോദ്യം ചെയ്തു. ഉന്നാവോയിലും ഹത്രാസിലും നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിൽ സ്ത്രീകൾക്ക് വേണ്ടി ആരാണ് സംസാരിച്ചതോ? സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ അവകാശവാദങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.